കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ വാർഷികാഘോഷം അക്ഷരാർത്ഥത്തിൽ തകർപ്പൻ ഷോയായി മാറി. സിനിമാ താരം ബിബിൻ ജോർജിൻ്റെ പാട്ടും അതിന് ചുവടുവെച്ച് സേവ്യർ ചിറ്റലപ്പള്ളി MLAയും നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദനും കൂടിച്ചേർന്നതോടെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വല്ലാത്തൊരു അനുഭവമായി മാറി. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വാർഷികാഘോഷവും എങ്ങനെ പൊളിക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ. എന്തൊരു ചന്തമാണത്, കേൾക്കാനെന്തൊരു ഇമ്പമാണത്, എന്തൊരു ചന്തമാണത്, കേൾക്കാനെന്തൊരു ഇമ്പമാണത്. കളിച്ചപ്പോളെ കണ്ണിമവയ്ക്കാതെ നോക്കിയോട്, കണ്ണിമങ്ങച്ചാളികളോട് കണ്ണീര് കണ്ടറിയുന്നോട്. എന്തൊരു ചന്തമാണത്, കേൾക്കാനെന്തൊരു. വാർഷികാഘോഷ വേദിയിൽ പാട്ടുമായി സിനിമാ താരം ബിബിൻ ജോർജ് എത്തിയതോടെ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ അങ്കണം ഇളകിമറിഞ്ഞു. ആവേശം കൂടിയപ്പോൾ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദനും ബിബിനൊപ്പം ചുവടുവെച്ചതോടെ വിദ്യാർത്ഥികൾക്കും ഇരട്ടി മധുരമായി. ോലെയാടുന്നവള് ചീരക പൊളിച്ചു വന്നവള് പേരഹിലത്തലക്കിള്ളിയോട് നാദിലക്കിന്നാര ചൊല്ലിയോട്. എന്തൊരു ചന്തമാണത്, കേൾക്കാനെന്തൊരു ഇമ്പമാണത്. വെള്ളിക്കൊല്ലിവള് വെള്ളത്തിൽ വെറുക്കിയോട് വെള്ളോടിയോട് പള്ളി പോലെ പടർന്നത്. എന്തൊരു ചന്തമാണത്, കേൾക്കാനെന്തൊരു ഇമ്പമാണത്. വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം ആഘോഷത്തിന്റെ അലയൊലികളാണ് സ്കൂളിൽ നിറഞ്ഞത്. സേവനപാതയിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ, ഹൈസ്കൂൾ അധ്യാപിക ഡോക്ടർ M ജ്യോതി, UP അധ്യാപിക രതി ദേവി എന്നിവർക്ക് വിപുലമായ യാത്രയയപ്പാണ് സ്കൂൾ ഒരുക്കിയത്. വിരമിക്കുന്നവരെ MLA പൊന്നാടിയും ട്രോഫിയും നൽകി ആദരിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകര് ഈ വിദ്യാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ, അധ്യാപന പ്രവർത്തനങ്ങളിൽ, കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നാട്ടുകാരെന്ന രീതിയിൽ നിരന്തരമായി ഇടപെടുന്നവരാണ് എന്നതുകൊണ്ടാണ് പിന്നെ കണ്ടപ്പോൾ ഒരു ഞെട്ടലാണ് ഉളവായത്. പക്ഷേ അല്ലേ, പിന്നെ ഇത്ര പ്രായമായോ എന്നൊക്കെ സംശയം തോന്നും പടമൊക്കെ കാണുമ്പോഴേ. പടമല്ല, അപ്പം അതൊരു പ്രത്യേകതയല്ല. കാരണം ഇപ്പോൾ 56 വയസ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വളരെ നല്ല പീരീഡാണ്. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടാകും. ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അക്കാദമിക് രംഗത്ത് വലിയ വിജയം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്.
നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, കൗൺസിലർമാരായ PN വൈശാഖ്, സുജാത മുരളി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് AM സീമ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ്, OS പ്രതിനിധികളായ AK സതീഷ് കുമാർ, അജിത് കുമാർ മല്ലയ്യ, PTA പ്രസിഡന്റ് CV പുഷ്പരാജൻ, മദർ PTA പ്രസിഡന്റ് KV നിലീന, സ്റ്റാഫ് സെക്രട്ടറി റേഞ്ചൽ പോൾ, സ്കൂൾ ലീഡർ ഷബിത അബ്ദുൽ ഖാദർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇവിടെ ഏറ്റവും കൂടുതൽ കയ്യടി ഇന്ന് ഡിസർവ് ചെയ്യുന്നത് ആക്ച്വലി ഞാനോ അല്ലെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ ഏകരുടെ കുട്ടിയല്ല. ഇന്ന് ഇവിടുന്ന് വിരമിക്കുന്ന അധ്യാപകരാണ്. അത് വിരമിക്കൽ എന്ന് പറഞ്ഞാൽ അധ്യാപനം എന്ന് പറയുന്ന ജോലി, അധ്യാപനം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. സമൂഹത്തെ കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ വീട് സ്കൂളാണ്, രണ്ടാമത്തെ വീടാണ് ഒറിജിനൽ വീട്, അല്ലേ? അവരെ ഏറ്റവും കൂടുതൽ അവരുടെ മക്കളെക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഒപ്പമാണ്, അവരുടെ ഒപ്പമാണ്. അത് മാത്രമല്ല, എനിക്ക് സത്യത്തിൽ ഞാൻ അധ്യാപകനായപ്പോഴാണ് ഈ അധ്യാപകരുടെ ചില വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഒരു കുട്ടി ഉണ്ടാകുന്ന വിഷമമുണ്ട്. എടാ നീ നുണ പറഞ്ഞെന്ന് എനിക്കറിയാടാ, നീ എന്നെ അധികം പറ്റിക്കണ്ടട്ടാന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഇരുത്തുന്നത്. അതേപോലെ ഒരു കുട്ടി പഠിക്കാതെ വന്നാൽ നമ്മൾ അവനെ ഉപദേശിച്ച് നാളെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പഠിക്കാതെ വന്നാൽ ആ ടീച്ചർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അതൊക്കെ ഒരു അധ്യാപകരായപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഞാൻ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 പേർക്കുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ കയ്യടി നമ്മൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കേണ്ടത്. കാരണം അവരുടെ കുടുംബത്തിനേക്കാൾ കൂടുതൽ ഈ സ്കൂളിനെ സ്നേഹിക്കുകയും ഈ കുട്ടികളെ നയിക്കുകയും ചെയ്യുന്നവരാണ്.